മുണ്ടക്കയിലും പുഞ്ചിരിമഠത്തും ഇപ്പോഴും പരിശോധന തുടരുകയാണ്, തെരച്ചിൽ തുടരുകയാണ്. 2 മൃതദേഹങ്ങൾ ഉണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ തെരച്ചിൽ നടക്കുന്നത്. ഡോഗ് സ്ക്വാഡ് എത്തി നേരത്തെ ഈ പരിശോധന നടത്തുകയും ഒരു സംശയം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം മണ്ണുമാന്തി യന്ത്രമടക്കം അവിടെ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, വീണ്ടും അവിടേക്ക് ഡോഗ് സ്ക്വാഡിനെ എത്തിക്കും, പിന്നെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്താണ് പുതിയ വിവരങ്ങൾ? വേണു, ഇപ്പോൾ നമുക്കൊപ്പം ഈ ഫയർഫോഴ്സിൽ ഉദ്യോഗസ്ഥർ ചേരുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇവിടെയുള്ള ഈ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശവാസിയും ക്യാമ്പിൽ നിന്ന് വന്നിട്ടുള്ള പ്രദേശവാസിയും നമുക്കൊപ്പം ഉണ്ട്. സാർ, ഇപ്പം നിലവിൽ ഇപ്പം അവസാനിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. അവസാനിപ്പിച്ചു. കാരണം നേരത്തെ ഡോഗ് സ്ക്വാഡ് നമ്മളെ പള്ളിയുടെ ആ സൈഡിലോട്ട്, താഴത്തെ പള്ളിയുടെ സൈഡിലോട്ട് കുറച്ച് അവിടെ ഒരു സ്മെല്ലടിച്ചെന്നുള്ള രീതിയിൽ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോഗ് സ്ക്വാഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തും ഒന്ന് കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ ഇവിടുത്തെ തെരച്ചിൽ ഇപ്പം നമുക്ക് തുണിയും സാധനങ്ങളൊക്കെ, ഒരു പഴയ തുണികളും കുറച്ച് മറ്റേ വീടിന്റെ കുറച്ച് അവശിഷ്ടങ്ങളെ ഇപ്പൊ നമ്മളെ ജനാലകളെ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു. ചിലപ്പോൾ ആ കമ്പികളിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടോന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് നോക്കി. ഫയർഫോഴ്സിന്റെ എല്ലാ നേതൃത്വത്തിലും എല്ലാം നോക്കിയിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഇവിടെ ഇപ്പം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ മേഖല, അത് ഞാൻ ഇപ്പം നിൽക്കുന്നത് പുഞ്ചിരിമട്ടത്താണ്. ഇവിടെ 2 വീടുകളായിരുന്നു, അടുത്ത് എന്നല്ല, പക്ഷേ എന്നാലും കുറച്ചുകൂടി അടുത്തായിട്ട് നിൽക്കുന്ന 2 വീടുകളായിരുന്നു. ഇപ്പം ഈ പ്രദേശവാസിയാണ്. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് സഹദേവൻ. സഹദേവൻ ക്യാമ്പിൽ നിന്നാണ് വരുന്നത്. കാരണം സഹദേവൻ ഈ സ്ഥലം കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പം ചേട്ടാ, ഇതിനോടൊക്കെ ഇപ്പം ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രദേശത്ത്. ഇവിടെ ഒരു പ്രാവശ്യം ഒന്ന് പിന്നെ ജെസി വെച്ച് ഒന്ന് മാന്തിയിട്ടുണ്ടായി. പിന്നെ ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ അവിടെയാണ് പ്രാർത്ഥന പറഞ്ഞ ആളെ സ്ഥലം ഉണ്ടായത്. ഇവിടുന്ന് ഒരു 50 മീറ്റർ വിട്ടിട്ടാണ് ഇവിടെയാണ് നമ്മളെ അലിക്ക. ഇത് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു വിവരിച്ചു കൊടുത്തു? ഞാൻ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്, നേരത്തെ വിവരിച്ച്. പിന്നെ 2ാമത് കൊണ്ടുവന്നിട്ടുണ്ട്, NDRFന്റെ ആൾക്കാരെ കൊണ്ടുവന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ടായി മിനിഞ്ഞാന്ന്. അപ്പോൾ അവരത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ പൊട്ടിൽ തന്നെ പോയിട്ട് ഈ കല്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഉണ്ടാകൂലെന്നും ഉണ്ടെന്നും നമുക്ക് പറയാൻ പറ്റില്ല. തെരഞ്ഞിട്ടില്ല നമ്മൾ പൂർണ്ണമായി പറയില്ല. അവരൊക്കെ സഹകരിച്ചിട്ടുണ്ട്, എല്ലാവരും സഹകരിക്കാനൊക്കെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഞാനിവിടെ പെറ്റുവളർന്ന ആളാണ്, എനിക്ക് 52 വയസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സ്ഥലമാണ് അപ്പുറത്തുള്ളത്. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ വീടുകളാണ്, അടുപ്പിച്ച് വീടുകളാണ്. സാർ കണ്ടില്ലേ ഈ വീട് നിൽക്കുന്നത്? പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു? അലി. ആ വീട്ടിൽ ഇനി 2 പേരെ കണ്ടെത്താൻ? അലക്കലി അങ്ങനെയാണ് പറയുന്നത്. കിട്ടിയില്ല എന്നാണ് പറയുന്നത്. 2 പേരെ കിട്ടാണ്ട്. അവരെ മോന്റെ വീടാണ് മേലെ, അതൊക്കെ പൂർണ്ണമായി പോയി, അതിലുള്ള ആളും പോയി. അപ്പോൾ ഇതിവിടെ തെരഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായി തെരഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്മെല്ല് വന്നത് പറഞ്ഞാൽ ഇമാരി പാറകൾ ഇവിടെ വന്ന് അടിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഉണ്ടാകാനും ഇല്ലാണ്ടിരിക്കാനും സാധ്യതയുണ്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. തെരഞ്ഞിട്ടില്ല, പണിയെടുത്തിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ ആളല്ല. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ നടന്നവിടെ നോട്ട് ഇന്ന് വരെ, 9ാം ദിവസമാണ്, അതുവരെ ഞാൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ആയല്ലോ വരട്ടെ. എൻ്റെ അമ്മൻ്റെയും ഏട്ടൻ്റെ മോൻ്റെയാണ് ചെറിയ ആളതുമാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി 3 ആളും കിട്ടിയില്ല. കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരം. ഞങ്ങൾ അത് കാത്തും കണ്ട് നിൽക്കുകയാണ്. പക്ഷെ തെരയില്ല, അവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ ആളല്ല. ഏത് ക്യാമ്പിലാണ് കഴിയുന്നത്? ഞങ്ങൾ മേപ്പാടിയാണ്. മേപ്പാടിയിൽ നിന്ന് അവിടെ ഇങ്ങനെ ഞാൻ കുട്ടികൾ ക്ലാസ് പോകണതുകൊണ്ടും 2 പെൺകുട്ടികളാണ്, അവർ ക്ലാസ് പോകണം, അവരെ പഠിപ്പ് കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ചീട്ട് വാങ്ങി പെങ്ങളൊരു വീടുണ്ട് മാനിവയൽ വരട്ട്. ഇനി ഒരു വാടകയ്ക്ക് വീട് കിട്ടി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ക്യാമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ വന്നതാണ്. സഹായിക്കാൻ വേണ്ടി വന്നതാണ്. സഹായിച്ച് എന്തെങ്കിലും കിട്ടിയാൽ ഒരു കിട്ടിയെന്നൊരു ഇത് പറയാലോ. മറ്റേ കാണാൻ പറയത്തല്ലേ. കാണാൻ മരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും അവിടെ ഉണ്ട്, എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെ മാറി നിൽക്കുന്നുണ്ടോ, അങ്ങനത്തെ ഒക്കെ മാനസികമായിട്ട് ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് കിട്ടിയാൽ നമുക്കൊരു സമാധാനിക്കാം. അത് കിട്ടണതാണ്. പക്ഷേ ഈ തെരഞ്ഞില്ല പിടിച്ചില്ല എന്നുള്ളൊരു. പുഞ്ചിരിമഠത്ത് നിന്നാണ് ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹദേവൻ എന്ന നാട്ടുകാരനാണ് അവിടെ ഈ തെരച്ചിലിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെയൊക്കെ സഹായിക്കാനായി എത്തിയത്. അലി എന്നയാളുടെ വീടടക്കമാണ് അവിടെ തകർന്നത്. ആ ഭാഗത്ത് ദുർഗന്ധം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഡോഗ് സ്ക്വാഡൊക്കെ എത്തി പരിശോധന നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിയാതെ അവിടെ ഇപ്പോൾ ആ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സൂചിപ്പാറ കാന്തമ്പാറ ഭാഗത്ത് നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയ വിവരം നേരത്തെ സുർജിത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. സുർജിത്ത്, എന്താണ് പുതിയ വിവരങ്ങൾ? ഈ ആനക്കാപ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് റിപ്പൺ മേഖലയിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകളാണ്, ആണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, ഫോറസ്റ്റ്, മറ്റ് ഫയർഫോഴ്സ് സംവിധാനങ്ങളുണ്ട്, രക്ഷാപ്രവർത്തകരുണ്ട്. ഇവരെല്ലാം തന്നെ ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 4 മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ശരീരഭാഗവും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആനക്കാപ്പ് എന്ന് പറയുന്ന പ്രദേശം കാന്തമ്പാറയും സൂചിപ്പാറയും ചേരുന്ന മേഖലയാണ്. പൂർണ്ണമായും വനമേഖലയാണ്. അതായത് വളരെ ചെങ്കുത്തായ പാറകളുള്ള കൂറ്റൻ മലനിരകളുള്ള മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ 4 മൃതദേഹങ്ങൾ ഏതാണ്ട്
അല്പം ദൂരത്തിനിടയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഈ ആളുകൾ കൂടുതൽ മൃതദേഹങ്ങൾ ആ മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം തെരച്ചിൽ അത്ര കണ്ട് സജീവമായി നടക്കാൻ കഴിയാത്തൊരു പ്രദേശമാണിത്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്തുണ്ടായിരുന്നു. മാത്രമല്ല പുഴയിൽ വലിയ വെള്ളത്തിന്റെ അളവും കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ മറുകര കടക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരവും സങ്കീർണവുമായ അവസ്ഥ ആണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ വെള്ളം കുറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. ആ വെള്ളം കുറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ മറുകര കടന്ന് കൂടുതൽ പരിശോധനയ്ക്ക് മേഖല വിധേയമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ 4 മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മൃതദേഹങ്ങളെല്ലാം തന്നെ അഴുകിയ നിലയിൽ, ഛിന്ന ഭിന്നമായ നിലയിൽ, ശരീരഭാഗങ്ങൾ മാത്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ മേഖല കേന്ദ്രീകരിച്ചിപ്പോൾ വളരെ സജീവമായ രീതിയിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്. റിപ്പണിൽ നിന്ന് പോയ ആളുകളാണ്. ആനക്കാപ്പ് കോളനി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അതിന്റെ താഴ്വാരത്ത്, അതായത് അതിന്റെ താഴ്മേഖല എന്ന് പറഞ്ഞാൽ ചെങ്കുത്തായ പാറകളുള്ള ഒരു ഭൂപ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഒരു സാഹചര്യം ഉള്ളത്. അവിടെ നിന്നും അത് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എയർലിഫ്റ്റ് ചെയ്ത് അത് ഇവിടേക്ക് ഈ ഭാഗത്തേക്ക്, ഈ ചുരൽമല ഭാഗത്തേക്ക് എത്തിക്കുക ഉള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം CHC-യിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഉള്ളത്. എന്തായാലും കൂടുതൽ മൃതദേഹങ്ങൾ ഇന്നത്തെ തെരച്ചിൽ കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചുരൽമല മേഖലയിൽ നടത്തിയ തെരച്ചിലിൽ വളരെ സജീവമായ രീതിയിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ജനകീയ പങ്കാളിത്തോടു കൂടിയുള്ള തെരച്ചിലാണ് നടക്കുന്നത്. പക്ഷേ ഇന്ന് മൃതദേഹങ്ങൾ കൂടുതലായിട്ടൊന്നും ഇവിടെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തെരച്ചിൽ നിർത്തുന്നില്ല. തെരച്ചിൽ തുടരാനുള്ള ശ്രമം തന്നെയാണുള്ളത്. ഇതിനിടയിലാണ് ഇങ്ങനെ താഴ്ഭാഗത്ത്, അതായത് ചുരൽമലയ്ക്കും താഴ്ഭാഗത്ത്, താഴ്മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിലിൽ 4 മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം തന്നെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വേണം സുർജിത്ത്, ഈ ഹെലികോപ്റ്റർ എപ്പോഴേക്ക് എത്തുമെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഹെലികോപ്റ്റർ ഇവിടെ തന്നെയുണ്ട്. SKMG സ്കൂളിൽ നിന്നാണ് അതുമായി ബന്ധപ്പെട്ട, അതായത് ഈ എയർലിഫ്റ്റ് ചെയ്യുന്ന സംവിധാനമുള്ള ഹെലികോപ്റ്ററുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് SKMG സ്കൂളിൽ നിന്നാണ്. അവിടെ നിന്നും പുറപ്പെട്ട് അതിനുശേഷം ഹെലികോപ്റ്റർ ഈ മേഖല, വനമേഖലയാണ്, അവിടെ എത്തി ഈ നേരത്തെ സമാനമായ രീതിയിൽ തന്നെ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുന്ന അനുഭവം അനവധി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. ഘട്ടം ഘട്ടമായി എയർലിഫ്റ്റ് ചെയ്ത ശേഷം അത് CHC-യിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. സുർജിത്ത്, ഈ ഭാഗത്തൊക്കെ നേരത്തെയും കാര്യക്ഷമമായി തന്നെ തെരച്ചിൽ നടന്ന സ്ഥലങ്ങളാണോ? ഈ മേഖല എന്ന് പറയുന്നത് പൂർണ്ണമായും വനമേഖലയാണ്. വനമേഖല കേന്ദ്രീകരിക്കുന്നത്, വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് പൂർണ്ണമായും വനമാണ്. ചെങ്കുത്തായ പാറകളുള്ള, മലനിരകളുള്ള അത്തരം വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ, ഇത്തരം ഓപ്പറേഷനിൽ അത് മനുഷ്യസാധ്യമല്ലാത്ത വിധത്തിലുള്ള ഒരു പ്രദേശമായിരുന്നു ഏതാനും നാൾ മുമ്പ് വരെ. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ മറുകര തിരയുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ കാന്തമ്പാറ, സൂചിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ കേന്ദ്രീകരിക്കുന്ന പ്രദേശമാണ്. ആ കേന്ദ്രീകരിക്കുന്ന പ്രദേശത്താണ്, അതിന് താഴെയായാണ് ഈ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 4 മൃതദേഹങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ മൃതദേഹങ്ങൾ ആ മേഖലയിൽ ഉണ്ടാകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ സജീവമാക്കുകയാണ് ഈ സംഘം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒപ്പം തന്നെ NDRF-ഉം ഫയർഫോഴ്സും ഉൾപ്പെടുന്ന സംഘം, അതിനൊപ്പം തന്നെ റിപ്പണിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തക സംഘവുമാണ് അവിടെ ഉള്ളത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വേണം സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. സൂചിപ്പാറ, കാന്തൻപാറ ഭാഗത്ത് 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഒരു ശരീരാവശിഷ്ടവും ഛിന്നഭിന്നമായ നിലയിലാണ്, തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണുള്ളത്. ഹെലികോപ്റ്റർ അവിടെ എത്തി എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളാണ് ഇനി ഉണ്ടാവുക.